ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. രാജ്യത്ത് പെട്രോളിയം, അസംസ്കൃത എണ്ണ, വാതകം, ഊർജ്ജം, വളം എന്നീ മേഖലകളിലെ നിലവിലെ സാഹചര്യം അവലോകനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ വരെ. ഇതുവരെ പത്രിക നൽകിയത് 341 പേർ. 10 ദിവസം മുൻപ് വരെ സമർപ്പിച്ച അപേക്ഷകൾ വോട്ടർ പട്ടികയിൽ ചേർക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഹെലികോപ്റ്റർ തകർന്ന് കാണാതായ 7 പേരും മരിച്ചതായി സ്ഥിരീകരിച്ച് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം. വാർത്തകൾ വിശദമായി. ആഗോള അംഗീകാരം നേടിയ യോഗയും ആയുർവേദവും നിത്യജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. മഹാരാഷ്ട്രയിൽ പ്രകൃതി ചികിത്സാ ഗ്രാം സുധാർ ട്രസ്റ്റ് ആശ്രമത്തിന്റെ 81ാം വാർഷികാഘോഷത്തിൽ പങ്കെടുക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികളുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നു. രാജ്യത്തെ പെട്രോളിയം, എണ്ണ, വാതകം, വൈദ്യുതി, വളം തുടങ്ങിയ മേഖലകളിലെ സ്ഥിതി യോഗം അവലോകനം ചെയ്തു. രാജ്യത്ത് പെട്രോളിനോ ഡീസലിനോ ക്ഷാമമില്ലെന്ന് കേന്ദ്ര സർക്കാർ. വാണിജ്യ LPGയുടെ 20% കൂടി കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കും. റെസ്റ്റോറന്റുകൾ, വ്യാവസായിക ക്യാന്റീനുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തുന്ന മറ്റ് മേഖലകൾ എന്നിവയ്ക്ക് മുൻഗണന നൽകിയാണ് അധിക വിഹിതം നൽകുക. ഗാർഹിക LPG സിലിണ്ടർ വിതരണം സാധാരണ നിലയിലാണെന്നും സർക്കാർ വ്യക്തമാക്കി. റഷ്യൻ അസംസ്കൃത എണ്ണയുമായി അക്വ ടൈറ്റൻ കപ്പൽ കർണാടകയിലെ മംഗലൂരുവിലെത്തി. അമേരിക്കയിൽ നിന്ന് ദ്രവീകൃത പെട്രോളിയം വാതകവുമായി പൈക്സിസ് പയനിയർ എന്ന ചരക്ക് കപ്പലും മംഗലൂരു തുറമുഖത്ത് എത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷം അയവില്ലാതെ തുടരുന്നു. ഹോർമുസ് കടലിടുക്ക് അടുത്ത 48 മണിക്കൂറിനകം പൂർണ്ണമായും തുറന്നില്ലെങ്കിൽ ഇറാന്റെ ഏറ്റവും വലിയ വൈദ്യുത നിലയങ്ങൾ ആക്രമിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം ഇറാന്റെ ശത്രു രാജ്യങ്ങൾക്ക് മാത്രമേ നിഷേധിച്ചിട്ടുള്ളൂവെന്ന് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ IMOയിലെ ഇറാന്റെ പ്രതിനിധി അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിൽ നിന്ന് മൈൻ നീക്കം ചെയ്യൽ പ്രവർത്തനങ്ങൾക്കായി പ്രതിരോധ സേനയെ വിന്യസിക്കുന്നത് പരിഗണിക്കാമെന്ന് ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗി. എന്നാൽ വെടിനിർത്തലിലെത്തിയാലേ ഇത് സാധ്യമാകൂ എന്നും അദ്ദേഹം പറഞ്ഞു. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി നാളെ വൈകിട്ട് 3-ന് അവസാനിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. പത്രികകളുടെ പരിശോധന മറ്റന്നാളാണ്. 26 വരെ പത്രിക പിൻവലിക്കാം. അസമിലും പുതുച്ചേരിയിലും പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും. കേരളത്തിൽ ഇതുവരെ 341 സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. തിരുവനന്തപുരം 23, കൊല്ലം 23, പത്തനംതിട്ട 7, ആലപ്പുഴ 25, കോട്ടയം 22, ഇടുക്കി 8, എറണാകുളം 29, തൃശൂർ 43, പാലക്കാട് 35, മലപ്പുറം 30, കോഴിക്കോട് 39, വയനാട് 9, കണ്ണൂർ 33, കാസർഗോഡ് 11 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കണക്ക്. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായതോടെ ദേശീയ നേതാക്കൾ പ്രചാരണത്തിന് കേരളത്തിലെത്തുന്നു. BJPക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ എന്നിവർ പ്രചാരണത്തിനെത്തും. കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പര്യടനം ഈ മാസം 25-ന് കോഴിക്കോട്ട് ആരംഭിക്കും. CPIM നേതാക്കളായ മുഖ്യമന്ത്രി പിണറായി വിജയൻ, MA ബേബി, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട് തുടങ്ങിയവരും പ്രചാരണത്തിൽ സജീവമാകും. തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പൂരം ആവേശഭരിതമാവുകയാണ്. വിവിധ മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ സജ്ജമായി കഴിഞ്ഞു. നേർക്കുനേർ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കാനൊരുങ്ങുകയാണ് ജില്ല. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. ഇതുവരെ ആകെ ജില്ലയിൽ 44 പേരാണ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചിട്ടുള്ളത്. ജില്ലയിലെ 13 മണ്ഡലങ്ങളിലെയും LDF സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. തൃശൂരിലെ NDA സ്ഥാനാർത്ഥികൾ റോഡ് ഷോയുമായി എത്തിച്ചേർന്നായിരുന്നു നാമനിർദ്ദേശ പത്രികകളുടെ സമർപ്പണം ചെയ്തത്. തൃശൂർ, മണലൂർ, ചാലക്കുടി മണ്ഡലങ്ങളിൽ പ്രധാന മുന്നണികളായ UDF, LDF, NDA സ്ഥാനാർത്ഥികളെല്ലാം പത്രിക നൽകിക്കഴിഞ്ഞു. കുന്നംകുളത്തും കൊടുങ്ങല്ലൂരിലും വടക്കാഞ്ചേരിയിലും UDF, NDA സ്ഥാനാർത്ഥികൾ പത്രിക ഇനി നൽകാനുണ്ട്. ചേലക്കര, ഇരിങ്ങാലക്കുട, നാട്ടിക എന്നിവിടങ്ങളിലെ UDF സ്ഥാനാർത്ഥികളും ഗുരുവായൂർ, ഒല്ലൂർ, പുതുക്കാട്, കയ്പമംഗലം എന്നിവിടങ്ങളിലെ NDA സ്ഥാനാർത്ഥികളും ഇനി പത്രിക നൽകാൻ അവശേഷിക്കുന്നു. എന്തായാലും ശക്തമായൊരു ത്രികോണ മത്സരത്തിന് വേദിയാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കാൻ നാളെ വരെ സമയം.
voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. നാളെ വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷിക്കാമെങ്കിലും 10 ദിവസം മുൻപ് വരെ സമർപ്പിച്ച അപേക്ഷകളാണ് നിലവിൽ പ്രോസസ് ചെയ്ത് വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. മാർച്ച് 15 വരെ സമർപ്പിച്ച അപേക്ഷകളാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അർഹമാകുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. അസം, കേരളം, പുതുച്ചേരി, തമിഴ്നാട്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും മറ്റ് 6 സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകൾക്കും പഴുതടച്ച ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. ആകെയുള്ള 2,18,807 പോളിംഗ് സ്റ്റേഷനുകളിലും വോട്ടർമാർക്ക് മികച്ച അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ മാധ്യമപ്രവർത്തകർക്കായി തയ്യാറാക്കിയ വോട്ടറിവ് കൈപ്പുസ്തകം നാളെ പ്രകാശനം ചെയ്യും. തിരുവനന്തപുരത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ പ്രകാശനം നിർവഹിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിൽ ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ 6,712 അനധികൃത പ്രചാരണ സാമഗ്രികൾ നീക്കം ചെയ്തു. അതിർത്തികളിലും തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലും കർശന പരിശോധന ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഹരിതചട്ടം ലംഘിക്കുന്നവർക്കെതിരെ നടപടി ശക്തമാക്കി എറണാകുളം ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. കൊച്ചി കോർപ്പറേഷൻ പരിധിയിലെ വിവിധ പ്രിന്റിംഗ് സ്ഥാപനങ്ങളിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് നിരോധിത ഫ്ലക്സ് പിടിച്ചെടുത്തത്. നിയമലംഘനം നടത്തിയ സ്ഥാപനത്തിന് 25,000 രൂപ പിഴ ചുമത്തി. പൈങ്കുനി ഉത്രം ഉത്സവത്തിനായി ശബരിമല നട തുറന്നു. 10 ദിവസത്തെ ഉത്സവത്തിനാണ് നാളെ കൊടിയേറുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. നാളെ രാവിലെ 11:30-നും 12-നും മധ്യയുള്ള മുഹൂർത്തത്തിൽ തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ഉത്സവ കൊടിയേറ്റു നടക്കും. നാളെ മുതൽ 31 വരെ ഉച്ചപൂജയ്ക്ക് ശേഷം നടക്കുന്ന ഉത്സവ ബലിയും അത്താഴപൂജയ്ക്ക് ശേഷം നടക്കുന്ന ശ്രീഭൂതബലിയുമാണ് ഉത്സവവുമായി ബന്ധപ്പെട്ട സന്നിധാനത്തെ പ്രധാന ചടങ്ങുകൾ. 5ാം ഉത്സവമായ 27 മുതൽ 31 വരെ രാത്രി വിളക്കെഴുന്നള്ളിപ്പും നടക്കും. ഏപ്രിൽ 1-ന് രാവിലെ 11-ന് പമ്പയിൽ ദേവന് ആറാട്ടു നടക്കും. അന്ന് വൈകിട്ട് കൊടിയിറക്കും നടക്കും. അന്ന് രാത്രിയോടെ നട അടയ്ക്കുകയും ചെയ്യും. ഖത്തറിൽ സമുദ്ര അതിർത്തിയിൽ ഹെലികോപ്റ്റർ തകർന്ന് കാണാതായ 7 പേരും മരിച്ചതായി ഖത്തർ ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ചു. സാങ്കേതിക തകരാറിനെ തുടർന്നാണ് പതിവ് ദൌത്യത്തിനിടെ ഹെലികോപ്റ്റർ തകർന്നു വീണത്. ഒമാനിൽ മിന്നൽ പ്രളയത്തിൽ 2 മലയാളികൾ മരിച്ചു. തൃത്താല സ്വദേശികളായ യൂസഫ്, ഷംല എന്നിവരാണ് മരിച്ചത്. യൂസഫിന്റെ മാതാവ് റംലയെ കാണാതായി. ജൽശക്തി മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ലോക ജലദിന കോൺക്ലേവ് നാളെ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി CR പാട്ടീൽ ഉദ്ഘാടനം ചെയ്യും. ഇന്ധനവും ഊർജ്ജവും ഉൽപ്പാദിപ്പിക്കാൻ ഇന്ത്യൻ കർഷകർ പ്രാപ്തരായതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ജൈവ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം രാജ്യത്ത് ഡീസൽ ഇറക്കുമതി ആവശ്യകത കുറയ്ക്കാൻ സഹായിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആഗോള സഹകരണത്തിനുള്ള പ്രധാന വേദിയാണ് ഊർജ്ജ മേഖലയെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർ ലാൽ. ന്യൂഡൽഹിയിൽ ഭാരത് വൈദ്യുതി ഉച്ചകോടി 2026 അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗ്ലോബൽ സൌത്തിലെ വളർന്നുവരുന്ന എല്ലാ സമ്പദ് വ്യവസ്ഥകളുടെയും ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇന്ത്യയ്ക്കാകുമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. IIT ബോംബെയിൽ നടന്ന 2 ദിവസത്തെ ഭാരത് ഇന്നോവേറ്റ്സ് ഡീപ് ടെക് പ്രീ സമ്മിറ്റ് 2026 സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മറ്റന്നാൾ വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 38 ഡിഗ്രി വരെയും കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ, കാസർഗോഡ് ജില്ലകളിൽ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് പെട്രോളിയം, അസംസ്കൃത എണ്ണ, വാതകം, ഊർജ്ജം, വളം എന്നീ മേഖലകളിലെ നിലവിലെ സാഹചര്യം അവലോകനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ വരെ. ഇതുവരെ പത്രിക നൽകിയത് 341 പേർ. 10 ദിവസം മുൻപ് വരെ സമർപ്പിച്ച അപേക്ഷകൾ വോട്ടർ പട്ടികയിൽ ചേർക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഹെലികോപ്റ്റർ തകർന്ന് കാണാതായ 7 പേരും മരിച്ചതായി സ്ഥിരീകരിച്ച് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.